നമസ്തേ. അഥർവകാണ്ഡത്തിലെ 13, 14, 15, 16 സൂക്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രകാശം ചൊരിയുന്ന മിന്നൽ കൊടിയെയും ഇടിനാദത്തെയും അങ്ങയുടെ വ്യാപന സ്ഥാനമായ മേഘത്തെയും ഞാൻ നമിക്കുന്നു. മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് മിന്നലും ഇടിനാദവും ഉണ്ടാകുന്നത്. അസമയത്ത് മഴ പെയ്താൽ കൃഷിയെല്ലാം നശിക്കും. അതുകൊണ്ട് അത് പെയ്യാൻ അനുവദിക്കാതെ മേഘം തന്നെ വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈശ്വരൻ മേഘങ്ങളിൽ വസിക്കുന്നു. ഈ ആകാശവിധാനങ്ങൾക്കപ്പുറം ഈശ്വരൻ വസിക്കുന്നു. സജ്ജനങ്ങളെ സംരക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. ഇടിനാദത്തെയും മിന്നലിനെയും ചുറ്റിലും വ്യാപിച്ചിരിക്കുന്ന ഇരുട്ട് ദുഃഖമണ്ഡലമായിട്ടാണ് കണക്കാക്കുന്നത്. ആകാശത്തിൽ തിളങ്ങുകയും പ്രകാശിക്കുകയും ചെയ്യുന്ന അശ്വിനി ദേവതകളെ നമിച്ച് ഞങ്ങളിലെ ദുഃഖമെല്ലാം അകറ്റി സുഖം പ്രദാനം ചെയ്യണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. 14 സൂക്തത്തിൽ ഒരു സ്ത്രീയുടെ ഭാഗ്യത്തെയും തേജസ്സിനെയും കുറിച്ച് പറയുന്നു. കന്യകയും വധുവുമായ സ്ത്രീയെ ആദ്യം യമരാജന് സമർപ്പിക്കുന്നു. അതിനുശേഷം അവൾ കുറച്ചുകാലം സഹോദരന്റെയോ മാതാപിതാക്കളുടെയോ കൂടെ അവളുടെ ഗൃഹത്തിൽ താമസിക്കുന്നു. അങ്ങയുടെ വംശത്തെ രക്ഷിക്കുന്നവളായ ഈ കുലവധുവിനെ ഞങ്ങൾ വീണ്ടും അങ്ങേക്ക് നൽകുന്നു. ഇങ്ങനെ യമരാജന് വീണ്ടും കൊടുത്ത ശേഷവും അവൾ മാതാപിതാക്കളോടൊപ്പം ഗൃഹത്തിൽ വസിക്കട്ടെ എന്നാണ് പറയുന്നത്. സ്ത്രീയുടെ ഭാഗ്യപശു മുതലായവയെ കശ്യപ മഹർഷിയുടെ മന്ത്രത്താൽ ആവരണം ചെയ്ത് സൂക്ഷിക്കുന്നു. അക്കാലത്ത് വിവാഹത്തിന് ശേഷം സ്ത്രീകൾ സ്വന്തം വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. സ്ത്രീകൾ സ്വന്തം വീട്ടിൽ തന്നെ താമസിച്ച് കുടുംബജീവിതം നയിച്ചിരുന്ന മരുമക്കത്തായ സമ്പ്രദായമായിരിക്കും അക്കാലങ്ങളിൽ നിലവിലിരുന്നത്. പലപ്പോഴും മക്കത്തായ സമ്പ്രദായത്തിൽ സ്ത്രീ വിവാഹം കഴിച്ച് പുരുഷന്റെ ഭവനത്തിൽ താമസിക്കുന്ന രീതിയാണ് കണ്ടുവരുന്നത്. ഇത് രണ്ടും മാറി അവർ സ്വന്തമായി പുതിയൊരു വീട് കുടുംബം പണിയുന്ന രീതിയിലാണ് ഇക്കാലത്ത് കാണുന്നത്. പണ്ട് തീരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നത് കൊണ്ട് ഒറ്റയ്ക്ക് കുടുംബം കൊണ്ടു നടക്കാനുള്ള പ്രാപ്തിയൊക്കെ ആയി വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. 2 മാതാപിതാക്കളുടെയും അനുഗ്രഹ ആശീർവാദത്തോടെ ഒരു പുതിയ കുടുംബം പണിയുന്നത് തന്നെയാണ് വളർച്ചയ്ക്ക് അഭികാമ്യം. മരുമകളായി ഭർത്തൃ വീട്ടിൽ നിൽക്കേണ്ടി വരുമ്പോഴും മരുമകനായി ഭാര്യ വീട്ടിൽ നിൽക്കേണ്ടി വരുമ്പോഴും പരിധികളുണ്ട്. 2 കൂട്ടർക്കും ആവശ്യങ്ങൾ വരുന്ന സന്ദർഭത്തിൽ പരസ്പരം സഹായിക്കാമല്ലോ. പരസ്പരമുള്ള സ്നേഹവും കരുതലും മാത്രമേ ബന്ധങ്ങളെ മുട്ടിയുറപ്പിക്കുകയുള്ളൂ. 15 സൂക്തത്തിൽ എല്ലാ ദേവന്മാരെയും യാഗത്തിൽ പങ്കുകൊള്ളാൻ ക്ഷണിക്കുകയാണ്. ഈ യാഗം നടത്തുന്ന ആൾക്ക് യജ്ഞപതിക്ക് ധാരാളം പ്രജകൾ, മൃഗങ്ങൾ, സമ്പത്ത്, ധാന്യം എന്നിവ പ്രദാനം ചെയ്താലും എല്ലാ ഋതുക്കളിലും എക്കാലത്തും നദികൾ ക്ഷീണം കൂടാതെ പ്രവഹിക്കാൻ തക്കവണ്ണം പരിശുദ്ധമായ സമൃദ്ധമായ ജലസ്രോതസ്സിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ശുദ്ധമായ ജലം സമൃദ്ധമായി ഉണ്ടായാൽ തന്നെ മൃഗസമ്പത്ത്, ധാന്യസമ്പത്ത് എന്നിവയാൽ ധനസമ്പത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു നാടിന്റെ ഐശ്വര്യം എപ്പോഴും സമ്പന്നമായ നീരുറവകൾ തന്നെയാണ്. അത് പരിശുദ്ധമായി തടസ്സങ്ങൾ ഏതുമില്ലാതെ സൂക്ഷിക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ്. ചരിത്രാതീത കാലത്തു തന്നെ ജീവന്റെ സ്രോതസ്സായ ജലം എത്ര പരിശുദ്ധമായി സൂക്ഷിക്കണമെന്നും വിഘ്നങ്ങളൊന്നുമില്ലാതെ പരന്നൊഴുകി ആ പ്രദേശത്തെ മുഴുവനും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന പ്രധാന ഘടകമാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു. ഏത് പൗരാണിക സംസ്കാരങ്ങളും ഉടലെടുത്തത് വലിയ നദീതടങ്ങളിലായിരുന്നു. 16 സൂക്തത്തിൽ കറുത്ത വാവ് ദിവസങ്ങളിലെ ഇരുണ്ട രാത്രികളിൽ മനുഷ്യർക്ക് ഹാനികരമായി വന്നേക്കാവുന്ന രാക്ഷസന്മാരെയും പിശാചുക്കളെയും കുറിച്ചുള്ള ഭയമാണ് വിവരിച്ചിരിക്കുന്നത്. അഗ്നിദേവനോടാണ് ഇവരെയെല്ലാം സംഹരിച്ച് ഞങ്ങൾക്ക് അഭയം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈയം എന്ന ഒരു ലോഹത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു കാണുന്നു. വരുണദേവന് ഈയം കൊടുത്തത് ദേവേന്ദ്രനാണ്. ഈ ഈയം കൊണ്ട് രാക്ഷസന്മാരെ ഇല്ലാതാക്കുകയും ലോകത്തെ പരിപാലിച്ച് ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യണമെന്നാണ് വരുണദേവനോട് ദേവേന്ദ്രൻ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. കരുത്തീയവും വെളുത്തീയവുമുണ്ട്. കറുത്തീയം വിഷാംശമുള്ളതും മരണത്തിനും കാരണമായേക്കാവുന്നതുമാണ്. എന്നാൽ വെളുത്തീയമാണ് ചെമ്പ്, പിച്ചള തുടങ്ങിയ പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കാതെ പൂശി സൂക്ഷിക്കുന്നത്. ഏത് ലോഹമായാലും കുറച്ചുനാൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. സാവധാനം ലോഹങ്ങൾക്ക് നാശം സംഭവിക്കുന്നു. ഇരുമ്പ് തുരുമ്പ് പിടിക്കാതിരിക്കാൻ സിങ്ക് കൊണ്ട്
ഒരു കോട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ശത്രുക്കളായ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഞങ്ങളുടെ കുതിരകൾ, പശുക്കൾ, ഭൃത്യന്മാർ, ധൈര്യശാലികൾ എന്നിവരെ കൊല്ലാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഈ ഈയം എന്ന ലോഹത്താൽ സംഹരിക്കും. ഞങ്ങളുടെ ഭാവി രക്ഷിക്കുന്നതിന് ഈയം സഹായകമാകും. പണ്ട് പീരങ്കികളും വെടിയുണ്ടകളും ചെമ്പുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. കറുത്തീയം അത് സോഫ്റ്റായ ഒരു ഹെവി ടോക്സിക് മാലിബിൾ മെറ്റാലിക് എലിമെന്റ് ആണ്. ഒരു തോക്കിന്റെ ഡയറക്ഷനും അതിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഉണ്ടയുടെയും ഇടയ്ക്കുള്ള ആംഗിളിനെയും ഈ വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആധുനിക കാലത്ത് ഒരു മിസൈൽ വിട്ടാൽ അതിന്റെ ഫ്ലൈറ്റ് ടൈം കണക്കാക്കുന്നത് ഈ ആംഗിളിന്റെ അടിസ്ഥാനമാക്കിയാണ്. കറുത്തീയം എന്ന വാക്കിന് ശരിയായ ദിശയിലേക്കുള്ള ഉത്തരം, തെളിവ് എന്നെല്ലാം അർത്ഥങ്ങളുണ്ട്. കറുത്തീയം കൊണ്ട് നിർമ്മിച്ച ഉണ്ടകൾ കോപ്പർ എലോയ് ഉപയോഗിച്ച് ഒരു തിൻ കവറിങ്ങും ഉപയോഗിച്ചിരുന്നതായും കാണുന്നു. വെളുത്തീയം വെള്ളി നിറത്തിലുള്ളതും മൃദുവായതും എളുപ്പത്തിൽ രൂപഭേദം വരുത്താവുന്ന ഒരു ലോഹവുമാണ്. വായുവിൽ നിന്നുള്ള ഓക്സീകരണം മൂലം ചെമ്പ്, പിച്ചള തുടങ്ങിയ ലോഹങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ തടയുന്നതിന് ഇതൊരാവരണമായി സൂക്ഷിക്കുന്നു. അതിനാൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്ന ചെമ്പുപാത്രങ്ങൾ ഉള്ളിൽ ഈയം പൂശിയതിനു ശേഷമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയതിനപ്പുറം ഒരുപാട് അർത്ഥതലങ്ങളുള്ള വസ്തുവാണ് ഈയം. ശത്രു സംഹാരത്തിനായി അത്ര പ്രാചീന കാലത്തു തന്നെ ഇതെങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നിരിക്കണം. കൂടുതൽ ഗവേഷണം നടത്തേണ്ട ഒരു ലോഹവും അതിന്റെ ഉപയോഗങ്ങളുമാണ് കറുത്തീയവും വെളുത്തീയവും. ഒരേ ലോഹത്തിന്റെ നിറവ്യത്യാസത്തിനനുസരിച്ച് അതിന്റെ ഗുണങ്ങൾ വിപരീത ഫലങ്ങൾ നൽകുന്നു. ഒന്ന് വിഷാംശമാവുമ്പോൾ മറ്റേത് വിഷാംശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. ദേവേന്ദ്രൻ വരുണദേവന് കൊടുത്ത ഈയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. വരുണദേവനെ സത്യം മാത്രം പറയുന്നവനും ലോകത്തിന്റെ പരിപാലകനുമായിട്ടാണ് കണക്കാക്കുന്നത്. പരിപാലകൻ എപ്പോഴും അധർമ്മത്തെയും അധർമ്മം ചെയ്യുന്നവരെയും നശിപ്പിക്കുകയും ധർമ്മം ചെയ്തിട്ടും സംരക്ഷണം കിട്ടാതെ ഈശ്വരനെ നോക്കി കഴിയുന്നവരെ സംരക്ഷിക്കേണ്ടവനുമാണല്ലോ. തീർച്ചയായും രാക്ഷസ ഭീതിയിൽ തകർന്നിരിക്കുന്ന മനുഷ്യർക്ക് രക്ഷപ്പെടാനുള്ള ജ്ഞാനം, അറിവ് എല്ലാം തക്ക സമയത്ത് പകർന്നു കൊടുക്കുന്നു എന്നാണ് വരുണദേവന്റെ സംരക്ഷണ രീതിയിൽ നിന്നും മനസ്സിലാവുന്നത്. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് like, share and subscribe. Thank you.